രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പിറന്നാൾ ആഘോഷിച്ച സിഐക്കെതിരെ നടപടിക്ക് ശുപാർശ. കോഴിക്കോട് കൊടുവള്ളി സിഐ KP അഭിലാഷിനെതിരെയാണ് റൂറൽ SP നടപടി ആവശ്യപ്പെട്ട് IG-ക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ CI ജനകീയനായതുകൊണ്ടാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ഫിജാസിന്റെ വിശദീകരണം. യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് നേതാക്കൾക്കൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചതാണ് വിവാദമായത്. ഹാപ്പി ബർത്ത്ഡേ ബോസ്. കൊടുവള്ളിക്കാരുടെ സ്വകാര്യ അഹങ്കാരം. ഏറെ പ്രിയങ്കരനായ കൊടുവള്ളി CI KP അഭിലാഷ് സാറിന് പിറന്നാൾ ആശംസകൾ. യൂത്ത് കോൺഗ്രസ് കൊടുവള്ളി മണ്ഡലം പ്രസിഡന്റ് PC ഫിജാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. കൂടെ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോയും. കഴിഞ്ഞില്ല, യൂത്ത് ലീഗ് MSF നേതാക്കളുടെ ആഘോഷം വേറെയുണ്ട്. MSF നിയോജക മണ്ഡലം ട്രഷറർ സിനാന്റെ നേതൃത്വത്തിലാണ് CIയുടെ ഓഫീസിനകത്ത് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷം നടത്തിയത്. സിനാൻ തന്നെ ആഘോഷം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. സംഗതി വിവാദമായി. സ്റ്റേഷനിൽ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട CI രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊപ്പം പിറന്നാൾ ആഘോഷിച്ചത് ചട്ടലംഘനമാണെന്ന് വ്യക്തമാക്കി താമരശ്ശേരി DYSP കോഴിക്കോട് റൂറൽ SPക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ SP CIക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു. എന്നാൽ കേക്ക് മുറി വിവാദത്തിൽ വിശദീകരണവുമായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ഫിജാസ് കൊടുവള്ളി രംഗത്തെത്തി. CI ജനകീയനായത് കാരണമാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചതെന്ന് ഫിജാസ് പറഞ്ഞു. കൊടുവള്ളി CI അഭിലാഷ് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ജനകീയനെ കൊടുവള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പ്രയാസം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒരു വീഡിയോ മേല് അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം വന്നല്ലോ എന്നുള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. പോലീസ് നടപടികൾ വരികയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതെങ്കിൽ അത് കൊടുവള്ളിയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയായിട്ട് വരുന്നത്. വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വിശദീകരണം തേടി. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന് ഒരു ബന്ധവുമില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് R ഷഹീൻ അറിയിച്ചു. ചട്ടവിരുദ്ധമായ ആഘോഷത്തിൽ CIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DYFIയും രംഗത്തെത്തി. കൊട്ടേഷൻ സംഘത്തലവനടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് കേക്ക് മുറിച്ചതെന്നാണ് താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആരോപണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.